എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. ഇന്ന് നമുക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ് മെറ്റീരിയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റെൻഡർ വ്യൂ മിനിമൈസ് ചെയ്തതിന് ശേഷം നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഗ്ലാസ് മോഡൽ നമുക്കെടുക്കാം. ഇപ്പോൾ ഈ ഗ്ലാസ് മോഡൽ നമ്മൾ ഹൈഡ് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ ആഡ് ചെയ്യാത്ത ഗ്ലാസ് മോഡൽ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അസൈൻ ന്യൂ മെറ്റീരിയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിന് ശേഷം അർണോൾഡിൻ്റെ ഷേഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് സർഫസിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ആട്രിബ്യൂട്ട് എഡിറ്ററിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സർഫസ് വരും. ഇവിടെ നമുക്ക് ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. ഗ്ലാസ് മെറ്റീരിയൽ എന്ന് അടിക്കാം. ഇതിന് ശേഷം ആദ്യമേ നമ്മുടെ ബേസിലുള്ള വെയ്റ്റ് 0ലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് ബ്ലാക്ക് കളറിൽ കാണപ്പെടും. ഇതിന് ശേഷം താഴെയുള്ള ട്രാൻസ്മിഷനിൽ പോയി വെയ്റ്റ് നമുക്ക് 1ലേക്ക് കൊടുക്കാം. ഇങ്ങനെ 1ലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒബ്ജക്റ്റ് ട്രാൻസ്പെറൻ്റ് ആകുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ റെൻഡർ വ്യൂ ഒന്നും കൂടെ എടുക്കാം. ഇപ്പോൾ നമ്മളുടെ റെൻഡർ വ്യൂ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ സ്ക്രീനിലൊന്നും കാണുന്നില്ല. കാരണം റെൻഡറിൽ പോയി നമ്മളൊന്ന് അപ്ഡേറ്റ് ഫുൾ സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ അപ്ഡേറ്റ് ഫുൾ സ്ക്രീൻ കൊടുക്കാനുള്ള കാരണം ചില സമയങ്ങളിൽ ഇതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാൻ കുറച്ച് താമസിക്കും. അപ്പോൾ നമ്മുടെ റെൻഡർ വ്യൂവിൽ വന്നിട്ട് അപ്ഡേറ്റ് ഫുൾ സീൻ കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളൂ. ഇപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളുടെ ഗ്ലാസ് മെറ്റീരിയൽ. ഇനി ഇതിന് കുറച്ചും കൂടി ഗ്ലേസിനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെക്കുലറിൽ പോയി റഫ്നെസ് 0.2 എന്നുള്ളത് നമുക്ക് 0.1 എന്നുള്ളതാകും. ഇങ്ങനെ റഫ്നെസ്സിൻ്റെ വാല്യൂ 0.1 എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്ലോസിനെസ് കൂടുന്നതാണ്. ഇനി സ്പെക്കുലറിൽ റഫ്നെസ്സിൻ്റെ താഴെ IOR എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, പ്രത്യേകിച്ച് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിന്. IORൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുക്കുമ്പോൾ ഇത് പൂർണ്ണമായും ട്രാൻസ്പെറൻ്റ് ആകുന്നതാണ്. ഇങ്ങനെ IORൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് പോലും ഇതിൽ റിഫ്ലക്റ്റ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഇത് വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 1.1 എന്ന് കൊടുത്താൽ 1.1 എന്ന് കൊടുക്കുമ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും ലൈറ്റ് പാസ്സായി പോകുന്നില്ല, ചിലതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നെന്ന് അർത്ഥം. അതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇതിൽ 1.3 എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 1.3 എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലാസ് മെറ്റീരിയൽ എന്നൊരു ഫീൽ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവാം. ഇപ്പോൾ ഞാനിപ്പോൾ 1.6 എന്ന വാല്യൂ എൻ്റർ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ 1.6 എന്ന വാല്യൂ അല്ലെങ്കിൽ നമുക്ക് 0.5 എന്ന വാല്യൂസും ആഡ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ 0.5 എന്ന വാല്യൂസിലേക്ക് പോകുമ്പോൾ ഇതിൽ ലൈറ്റ് പാസിങ് അധികമായിട്ട് കാണത്തില്ല. ഇതിന് തിക്നെസ് അധികം ഉള്ളതുപോലെ ഇരിക്കും. പക്ഷേ നമുക്കറിയാം ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു ഗ്ലാസ് മെറ്റീരിയൽ അല്ലെന്ന്. സാധാരണമായും ഒരു ഗ്ലാസ് മെറ്റീരിയലിന് 1.6 5 4 വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.33 ആണ്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ വാല്യൂ എന്ന് പറയുന്ന IOR വാല്യൂ എന്ന് പറയുന്നത് 1.5 അല്ലെങ്കിൽ 1.6 എന്ന വാല്യൂസിലായിരിക്കും. ഇപ്പോൾ റെൻഡർ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഇമേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനായി ഇവിടെയുള്ള ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതൊരു സ്ക്രീൻഷോട്ട് ആയിട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് വേറെ ഒരു റെൻഡർ എടുത്ത് കഴിഞ്ഞ് ഇതിൽ കമ്പാരിസൺ ചെയ്യാനും എളുപ്പമായിരിക്കും. നമുക്കിതൊന്ന് ഹൈഡ് ചെയ്യാം. ഇനി ഒരു ഗ്ലാസിൻ്റെ കളർ മാറ്റുന്നതിനായിട്ട് നമുക്ക് ട്രാൻസ്മിഷനിൽ വന്ന് കളറിൽ ക്ലിക്ക് ചെയ്ത് കളർ മാറ്റാം. അതിനു മുന്നേ ഇതൊന്ന് പോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കളറിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ കളർ ചൂസ് ചെയ്യണം. ഇപ്പോൾ റെൻഡർ കൊടുക്കുമ്പോൾ എല്ലായിടത്തിലും റെൻഡർ ആകുന്നത് കൊണ്ട് സമയം കുറച്ചെടുക്കും. അതുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ മാത്രം റെൻഡർ ചെയ്യാം. അതിനായിട്ട് ഇവിടെയുള്ള ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ക്രോപ്പ് റീജിയൻ എന്ന് പറയുന്ന ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം നമുക്ക് റെൻഡർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിതൊന്ന് വീണ്ടും പോസ് ചെയ്തിട്ട് നമുക്കിതുപോലെ വീണ്ടും ക്രോപ്പ് റീജിയൻ സെലക്ട് ചെയ്തതിന് ശേഷം ഏരിയ കുറച്ചൊന്ന് ലാർജ് ആക്കാം. അതിനുശേഷം പ്ലേ ബട്ടൺ അമർത്താം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻഡർ ടൈം കുറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു കളറ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഗ്രീൻ കളർ എടുക്കാം. ഇങ്ങനെ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള വാല്യൂസിലേക്കും നമ്മുടെ ഗ്ലാസ് മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ക്രോപ്പ് റീജിയൻ ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ ഗ്ലാസ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.